പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പോർഷൻ റിലേഷൻസ് എമംഗ് നമ്പർ സീക്വൻസസ് എന്നുള്ള പോർഷനാണ്. ഇത് ക്ലാസ് 6ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ 4th പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ബാക്കി 3 പാർട്ടുകൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിൽ ഫ്രണ്ട്സിനോടെല്ലാം പറയണം കേട്ടോ. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമ്പർ സീക്വൻസസിനിടയിലുള്ള റിലേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. സംടൈംസ് നമ്പർ സീക്വൻസസ് ക്യാൻ ബി റിലേറ്റഡ് ടു ഈച്ച് അതർ ഇൻ സർപ്രൈസിങ് വേസ്. ചില സമയങ്ങളിൽ നമ്പർ സീക്വൻസസ് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും, തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിയേ. വാട്ട് ഹാപ്പൻ വെൻ വി സ്റ്റാർട്ട് ആഡിങ് അപ്പ് ഓഡ് നമ്പേഴ്സ്. നമ്മൾ ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ നമ്മളോട് ഈ ഒരു എക്സാമ്പിളിലൂടെ പറയുന്നത്. അപ്പോൾ നോക്കിയാൽ 1 = 1. ഞാനിത് നിങ്ങളെ ഡോട്ട് ഇട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാകും കേട്ടോ. അപ്പോൾ 1 ഞാൻ ദാ ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. ഇനി അടുത്ത് എന്താണ്, 1ഉം 3യും കൂടെ ആഡ് ചെയ്താൽ അല്ലേ, 1ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, 4 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ദാ ഞാനിവിടെ 1ന് 1 ഒരു ഡോട്ട് ഇട്ടു. ഇനി അടുത്തത് 3 ഞാൻ എൽ ഷേപ്പിൽ ഇതാ ഇവിടെ കൊടുക്കുന്നു ഉണ്ടല്ലോ. അപ്പോൾ 1ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. ഇനി 1ഉം 3യും 5ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഇട്ടു. ഇനി അടുത്തത് 3. അപ്പോൾ 1 2 3. ഇനി അടുത്തത് 5. അപ്പോൾ 5ഉം ഞാൻ 1 2 3 4 5 ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് 1ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു സ്ക്വയറാണ് കിട്ടിയത്. 1ഉം 3യും 5ഉം കൂടെ ആഡ് ചെയ്തപ്പോഴും നമുക്ക് എന്താണ് കിട്ടിയത്, ഒരു സ്ക്വയറാണ് കിട്ടിയത്. 1 + 3 + 5 എത്രയാണ്, 9 ആണ്. അപ്പോൾ നമുക്കതിനെ ഇവിടെ ഡോട്ട് ഉപയോഗിച്ച് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഒരു സ്ക്വയറാണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. ഇനി അടുത്തത് 1 3 5 7. അതെന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ 1 ഞാനിവിടെ ഇട്ടു. ഇനി അടുത്തത് 3 1 2 3. അടുത്തത് 5 1 2 3 4 5. ഇനി എത്രയാണ്, 7 1 2 3 4 5 6 7. 1 + 3 + 5 + 7 ചെയ്തപ്പോൾ 16 ആണ്. അപ്പോൾ അതാ ഇവിടെ ഞാനിവിടെ ഡോട്ട് വെച്ച് ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് ചെയ്താലോ, 1 1 2 3. അടുത്ത എത്രയാണ്, 5 1 2 3 4 5. അടുത്തത് 7 1 2 3 4 5 6 7. ഇനി അടുത്തത് 9 1 2 3 4 5 6 7 8 9. ഇപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി, ഇപ്പോഴും നമുക്ക് ഒരു സ്ക്വയർ തന്നെ കിട്ടി. ഇനി അടുത്തതോടെ ചെയ്ത് കാണിക്കാം. 1 അടുത്തത് 1 2 3. അടുത്തത് 5 1 2 3 4 5. അടുത്തത് 7 1 2 3 4 5 6 7. അടുത്തത് 9 1 2 3 4 5 6 7 8 9. അടുത്തത് 11 1 2 3 4 5 6 7 8 9 10 11. അത് ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി, സ്ക്വയർ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. അതായത് 1 + 3 ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയാൻ കാരണം എന്താ, ഇതിനെ നമുക്ക് ഡോട്ട് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിനെ സ്ക്വയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 4നെ നമുക്ക് എങ്ങനെ കിട്ടി, 2 × 2 അല്ലേ. എന്ന് പറയുന്നത് എന്താ, 2വിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് 1 + 3 + 5 = 9. അതിനെ നമുക്ക് എങ്ങനെ കിട്ടി, 3 ഡോട്ട് വെച്ച് 3 ടൈംസ്. അതായത് 9 എന്ന് വെച്ചാൽ 3 ×
3 ആണ്. അതായത് 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 എന്ന് പറയുന്നത് 2വിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 9 എന്ന് പറയുന്നത് 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അടുത്ത ചെയ്തപ്പം 4നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇത് 5നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇത് 6നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെ എൽ ഷേപ്പിലാണ് നമ്മൾ നമ്മുടെ എന്താ പറയുന്നത് ഡോട്ടിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എൽ ഷേപ്പിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? നമ്മൾ ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതേപോലെയുള്ള വേറൊരു പാറ്റേണും കൂടെ നമുക്ക് നോക്കാം. Okay, another example of such a relation between sequences adding up and down. ഇപ്പോൾ നേരത്തെ നമ്മൾ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുമായിരുന്നു അല്ലേ? 1 + 3 + 5 + 7 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമായിരുന്നു. ഇവിടെ നമ്മൾ നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 1 നോക്കിയേ, 1 = 1. അപ്പോൾ ഇവിടെ ഞാൻ ഡോട്ട് ഇട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് 1 അടുത്ത് നോക്കിയേ 1 + 2 + 1. ഇവിടെ 1 + 2 കഴിഞ്ഞ് വീണ്ടും നമ്പേഴ്സ് എങ്ങോട്ട് പോവുക? ഡൗൺ ആകുവാണ് അല്ലേ? അപ്പോൾ 1 + 2 + 1 എന്ത് വരും? 4 വരും. അപ്പോൾ ഇതിനെ ഡോട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 1 അടുത്തത് 2 1 + 2 അടുത്തത് 1. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? സ്ക്വയർ തന്നെ കിട്ടി. ഇനി അടുത്ത് നോക്കിയേ 1 + 2 + 3 ഇനി എങ്ങോട്ട് പോവുക? വീണ്ടും താഴേക്ക് പോവുകയാണ് അല്ലേ? 2 + 1 എന്താണ്? 9 ആണ് കിട്ടിയിട്ടുള്ളത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 2 + 3 ഇനി എന്താ? ഇനി കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 1 2 അടുത്തത് 1. ഇപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? ഒരു സ്ക്വയർ തന്നെ കിട്ടി. ഇനി അടുത്ത നോക്കിയേ 1 + 2 + 3 + 4 വരെ അപ്പായി വന്നു. ഇനി താഴേക്ക് പോവാണ്. 3 + 2 + 1 അത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. 1 + 2 + 3 + 4 4 വരെ വന്നു. ഇനി താഴേക്ക് പോവാണ് അല്ലേ? അപ്പോൾ 1 2 3 അടുത്തത് 1 2 1. അപ്പോൾ 1 2 3 4 3 2 1 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് 36 വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താണ്? 2വിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? 2വിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അതായത് 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 16 എന്ന് പറയുന്നത് 4 × 4 ദാറ്റ് ഈസ് 4നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 25 എന്ന് പറയുന്നത് 5 × 5 അതായത് 5നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 36 എന്ന് പറയുന്നത് 6 × 6 അതായത് 6നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ 1 + 2 + 3 + 4 + 5 + 6 + 5 + 4 + 3 + 2 + 1 ഇതിനെ ഇതേപോലെ ഡോട്ട് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു സ്ക്വയറിൻ്റെ പാറ്റേൺ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് 16ൻ്റെതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡോട്ടുകളെ ഞാനിവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടിയെന്ന് നോക്കിയേ. ഇതാ ഇവിടെ 4 ഡോട്ട് 4 ടൈംസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 4 × 4 അതായത് 4നെ 2 ടൈംസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് 4² ദാറ്റ് ഈസ് 16. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് സ്ക്വയർ പാറ്റേൺ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ കണ്ടിന്യൂ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. അതേപോലെ നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. ഇതാണ് നമ്പർ സീക്വൻസസിലെ ഇടയിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.